നേത്ര സംരക്ഷണത്തിന് നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ, കേരളത്തിൽ എല്ലായിടത്തും. ഓൾഡ് ആലുവ മൂന്നാർ PWD റോഡിലെ വനംവകുപ്പിന്റെ കയ്യേറ്റം ഒഴിവാക്കണമെന്ന് ആക്ഷൻ കൗൺസിൽ. എറണാകുളം, ഇടുക്കി ജില്ലകളുടെ ടൂറിസം സാധ്യതകൾക്ക് വലിയ സഹായകരമാകുന്ന പാത പുനർനിർമ്മിക്കണമെന്നും ആക്ഷൻ കൗൺസിൽ ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. ഓൾഡ് ആലുവ മൂന്നാർ PWD റോഡിലെ പൂയംകുട്ടി മുതൽ പെരുമ്പൻകുത്ത് വരെയുള്ള 26 കിലോമീറ്റർ റോഡ് വനംവകുപ്പ് അധികൃതർ ബലമായി കയ്യേറി വനമാക്കാൻ ശ്രമിക്കുകയാണെന്ന് ആക്ഷൻ കൗൺസിൽ. ഈ റോഡിൽ വനംവകുപ്പിന് യാതൊരുവിധ അവകാശങ്ങളും ഇല്ലാത്തതാണ്. പൂയംകുട്ടി മുതൽ പെരുമ്പൻകുത്ത് വരെയുള്ള 26 കിലോമീറ്റർ റോഡിൽ വലിയ കയറ്റങ്ങളോ ഇറക്കങ്ങളോ ഇല്ലാത്തതും റോഡുകൾക്ക് കാര്യമായ തകരാറുകൾ ഇല്ലാത്തതുമാണ്. റോഡ് പൂർണ്ണമായും PWDയുടെ കീഴിലാണെന്ന് റവന്യൂ വകുപ്പും PWDയും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നും റോഡ് ആക്ഷൻ കൗൺസിൽ ഭാരവാഹികളായ പ്രസിഡന്റ് ഷാജി പയ്യാനിക്കൽ, മുൻ MLA PP സുലൈമാൻ റാവുത്തർ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ട്രൈബൽ പഞ്ചായത്തായ കേരളത്തിലെ ഏക ട്രൈബൽ പഞ്ചായത്തായ എടമലക്കുടിക്ക് കോതമംഗലത്ത് നിന്നും 69 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എടമലക്കുടി സൊസൈറ്റി കുടിയിലെത്തും. ഇപ്പൊ അവർക്ക് 122 കിലോമീറ്റർ വേണം. കോതമംഗലത്ത് നിന്ന് എടമലക്കുടിയിൽ എത്തണമെങ്കിൽ 122 കിലോമീറ്റർ സഞ്ചരിക്കേണ്ട സ്ഥാനത്ത് ഈ ഓൾഡ് ആലുവ മൂന്നാർ റോഡ് തെളിഞ്ഞാൽ 69 കിലോമീറ്റർ സഞ്ചരിച്ചാൽ എടമലക്കുടിയിൽ എത്തിച്ചേരാൻ കഴിയും. 2018 വരെ ഈ റോഡിൽ കൂടി ഈറ്റയും മുളയും ശേഖരിക്കുന്നതിന് വേണ്ടി നിരന്തരമായി ലോറികൾ ഓടിയിരുന്നതാണ്. എറണാകുളം, ഇടുക്കി ജില്ലകളുടെ ടൂറിസം സാധ്യതകൾക്ക് വലിയ സഹായകരമാകുന്ന പാത പുനർനിർമ്മിക്കണമെന്നും ഭാരവാഹികൾ ആവശ്യപ്പെട്ടു. 1919 പൊതുമരാമത്ത് വകുപ്പിനെ ഈ പ്രദേശം ഏൽപ്പിച്ച വനം വകുപ്പ് PWDക്ക് വിട്ടുകൊടുത്തിട്ടുള്ളത്. അത് 1919 അന്ന് വിട്ടുകൊടുക്കുന്നത് 16 അടി റോഡ് ഭാഗവും മുകൾ ഭാഗത്ത് 40 അടിയും താഴ്ഭാഗത്ത് 20 അടിയുമായി 76 അടി ഭൂമി വനഭൂമി PWDക്ക് വിട്ടുകൊടുക്കുകയാണ്. അങ്ങനെ 326 ഏക്കർ ഭൂമിയാണ് വിട്ടുകൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ പ്രദേശത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു കാര്യമായ കയറ്റിറക്കമില്ലാതെ ഒരു സ്ലോ ആയിട്ട് പോകുന്ന ഗതാഗത യോഗ്യമായ ഏറ്റവും ഒരുപക്ഷെ ഈ നേര്യമംഗലം അടിമാലി റോഡിനേക്കാൾ സ്മൂത്തായിട്ടുള്ള ഒരു ഭൂപ്രദേശമാണ് ഇത് എന്നുള്ളതാണ്. സർക്കാർ ഉത്തരവുകൾ പ്രകാരം രൂപീകൃതമായിട്ടുള്ള ഹൈ ലെവൽ എക്സ്പെർട്ട് കമ്മിറ്റിയുടെയും വനം, റവന്യൂ, PWD സർവേ വിഭാഗങ്ങൾ അടങ്ങുന്ന സബ് ലെവൽ ഫീൽഡ് കമ്മിറ്റി അംഗങ്ങളുടെയും റോഡിലെ പരിശോധനകൾ പൂർത്തീകരിച്ച് റിപ്പോർട്ടുകൾ സർക്കാരിന് ലഭ്യമായ സ്ഥിതിക്ക് എത്രയും വേഗത്തിൽ വനംവകുപ്പ് അധികൃതരുടെ തടസ്സങ്ങൾ നീക്കി പൂയംകുട്ടി മുതൽ പെരുമ്പൻകുത്ത് വരെയുള്ള ഓൾഡ് രാജപാത എത്രയും വേഗത്തിൽ തുറന്നു നൽകണമെന്നും ആക്ഷൻ കൗൺസിൽ വാർത്താസമ്മേളനത്തിലൂടെ സർക്കാരിനോട് ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. മൂവാറ്റുപുഴ കച്ചേരി താഴത്ത് കഴിഞ്ഞ 34 വർഷമായി പ്രവർത്തിച്ചു വരുന്ന തോട്ടത്തിൽ ഫാഷൻ ജുവലറിയുടെ മറ്റൊരു സ്ഥാപനം തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്ന വിവരം ഇവരെയും സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. 925 ഇറ്റാലിയൻ സിൽവർ ഓർണമെന്റ്സിന്റെ അതിവിപുലമായ ശേഖരമാണ് തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ് നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നത്. ആഭരണങ്ങൾ കൂടാതെ പ്രസന്റേഷൻ നൽകാവുന്ന വെള്ളിയുടെ പാത്രങ്ങൾ മുതൽ എല്ലാ ഐറ്റംസും തോട്ടത്തിൽ സിൽവർ കളക്ഷൻസിൽ ലഭ്യമാണ്. എമറാൾഡ്, റൂബി, സഫൈർ തുടങ്ങി എല്ലാ ബെർത്ത് സ്റ്റോണുകളും ഇവിടെ ലഭ്യമാണ്. ഇൻവെസ്റ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നവർക്കായി 5 ഗ്രാം മുതൽ 1 കിലോ വരെയുള്ള 99.9 സിൽവർ ബാറുകളും ഇവിടെ ലഭ്യമാണ്. തോട്ടത്തിൽ സിൽവർ കളക്ഷൻസ്, തോട്ടത്തിൽ ആർക്കേഡ്, ഓപ്പോസിറ്റ് സയാന ഹോട്ടൽ, TB ജംഗ്ഷൻ, മൂവാറ്റുപുഴ.